ഓം സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റത്തെക്കുറിച്ചാണ്. ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് വരും. അത് തുലാം രാശിയിൽ. സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപൻ ആ ഭാവത്തിൽ തന്നെയാണ് ഈ ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ ശുക്രൻ്റെ ഈ രാശിസ്ഥിതി, അതായത് 2024 സെപ്റ്റംബർ മാസം 12-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 12-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ ദീർഘനാളുകളായിട്ട് സാധിക്കാതെ കിടക്കുന്ന ഒരു ആഗ്രഹം സാധിക്കും. അങ്ങനെയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് ബുധൻ ബലവാനായിട്ട് വരും. ബുധൻ വിദ്യയുടെ കാരകനാണ്. കൂടാതെ സപ്തമഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ആ ബുധൻ തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ തൊഴിൽ സ്ഥാനത്ത് ബലവാനായിട്ട് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. അത് സെപ്റ്റംബർ മാസം 23-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ബുധൻ രാജയോഗ പ്രധാൻ ആയിട്ട് ആ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യും. വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും നാശങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരാണ് മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ. അതായത് തൊഴിൽ നഷ്ടപ്പെടുക, കുടുംബത്ത് സമാധാനമില്ലാതെ വരിക, പല വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ കിടക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു അത്യപൂർവമായ ഒരു ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്നതിനുള്ള യോഗങ്ങൾ ഈ സമയത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. ഏതെങ്കിലും കാരണത്താൽ കുടുംബപരമായിട്ടുള്ള സമ്പത്ത് കിട്ടുകയോ ജീവിത പങ്കാളിയുമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് സമ്പത്തുകൾ വന്നു ചേരുകയോ, അതൊന്നുമല്ല, പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലിക്ക് ശ്രമിക്കുന്ന യുവതി യുവാക്കളും യൗവനയുക്തരായിട്ടുള്ളവർക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കത്തക്ക രീതിയിലുള്ള ഒരു തൊഴിൽ ലഭിക്കുക, അതിനുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുക, പരീക്ഷകൾ പാസ്സാകുക, ടെസ്റ്റുകൾ പാസ്സാകുക, ഇൻ്റർവ്യൂവിൽ പാസ്സാകുക, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ളവർക്ക് അത് സാധിക്കുക. അതുപോലെ ദീർഘനാളുകളായിട്ട് ഒരു തൊഴിലും കിട്ടാതെ, അന്വേഷിച്ചിട്ട് കിട്ടാതെ, വിദ്യാഭ്യാസമൊക്കെ കുറവുള്ളവരാണ് എങ്കിലും സ്വന്തമായിട്ട് ഒരു പദ്ധതി ആരംഭിക്കുന്നതിനും അത് നാൾക്ക് നാൾ ഉയർന്നു വരുന്നതിനുമൊക്കെ ഈ സന്ദർഭത്തിൽ വളരെയധികം ഭാഗ്യവും ദൈവാധീനവുമുള്ള സന്ദർഭമാണ്. അതായത് തൊഴിൽ ഭാവത്തിൽ അവിടെ നിൽക്കുന്ന ആ ബുധൻ ഏതെങ്കിലും തരത്തിലൊരു അംഗീകാരം മേലധികാരികളിൽ നിന്നും കീഴ് ജീവനക്കാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി സമൂഹത്തിലും ഒക്കെ ഒരു സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ അത് യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗം. ശുക്രൻ കൂടി ബലവാനാണല്ലോ, ദാമ്പത്യ കാരകൻ കൂടിയാണല്ലോ ശുക്രൻ. അത് സാധിക്കുന്ന ഒരു സമയം. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് നിയമപരമായ പ്രശ്നങ്ങൾ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കള്ളന്മാർ കൊണ്ടുപോയതുപോലെ കിട്ടാക്കടമായിട്ട് കിടക്കുന്ന ധനം വന്നു ചേരുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ സമയം വളരെ അനുകൂലം, ദൈവാധീനവും ഭാഗ്യവുമുള്ള സമയമാണ്. അതുപോലെ തന്നെയാണ് ഉത്തമ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പ്രായമായവർക്ക് ഒക്കെ അവരുടെ മക്കളോടൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ വളരെ ദൈവാധീനമുള്ള ഒരു സന്ദർഭമാണ്. ഗൃഹസംബന്ധമായിട്ട് ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം മോടി പിടിപ്പിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും ഉള്ള സമയമാണ്. അധിക സാഹസികത പാടില്ല. പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക, വിജയിക്കുക തന്നെ ചെയ്യും. അവസരങ്ങൾ വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നവർക്കുള്ളതാണ് വിജയം. അത് അപ്രതീക്ഷിത ധന ആഗമന യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ
വിനിയോഗിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലൊരു ചിട്ടിയൊക്കെ ലഭിക്കുന്നതിനോ ഗവൺമെൻറ്റിൽ നിന്നൊരു സഹായം ലഭിക്കുന്നതിനോ ഒക്കെ ഈ സന്ദർഭത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം യോഗമുള്ള ഒരു സന്ദർഭമാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ അഭിവൃദ്ധികൾ വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു.